അങ്ങനെ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ DNA എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പി വി അൻവർ സർക്കാരിനെയും അതോടൊപ്പം CPM-നെയും വെട്ടിലാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രസ്താവനകളുമായി ഇറങ്ങുകയും ഈ പാർട്ടി പറഞ്ഞിട്ടുള്ള വിലക്കുകൾ അതിലംഘിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തുകയും പാർട്ടി മൊത്തത്തിൽ ഒരു കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് പി വി അൻവർ രംഗത്തേക്ക് എത്തിയത്. എന്നാൽ പി വി അൻവറിന് ഒരു പാർട്ടിയുടെ അച്ചടക്കത്തിനെ കുറിച്ച് വല്ല കാര്യവും അറിയാമോ? അല്ലെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? പി വി അൻവർ പറയുന്നത് രാഷ്ട്രീയമില്ല, അതായത് രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പി വി അൻവറിന് വ്യക്തമായ അറിവില്ല എന്നും MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. സത്യത്തിൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, പുത്തൻ വീട്ടിൽ എന്ന് പറയുന്ന തറവാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, പി വി അൻവർ എത്തുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസുമായി അതിശക്തമായൊരു ബന്ധമുണ്ടായിരുന്നു. AICC-യിൽ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു കോൺഗ്രസിൻ്റെതായ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പി വി അൻവർ നിലവിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. തുടക്ക കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയാണ്. അവിടെ ഒരു തിരുത്തൽവാദം ശക്തമായി ഉടലെടുത്തതുകൂടി കരുണാകരന് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസ് പാർട്ടിയിലുണ്ടായി. ആ ഒരു സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കരുണാകരനും K മുരളീധരനും അടക്കമുള്ളവർ പുറത്തേക്ക് പോയി. അങ്ങനെ നിരവധി പേർ പുറത്തേക്ക് പോയതിൻ്റെ ഭാഗമായി DIC എന്ന് പറയുന്ന ഒരു പാർട്ടി പുതുതായി രൂപീകരിച്ചു. അതിൻ്റെ റാലികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. വലിയ വായിൽ നിരവധി ഉമ്മൻചാണ്ടിയെ വരെ K മുരളീധരൻ ചീത്ത വിളിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളും ഇപ്പോഴും പൊതുധാരയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സുലഭമായി നമുക്ക് കാണാൻ സാധിക്കും. ആ സാഹചര്യത്തിൽ കരുണാകരനൊപ്പം തന്നെ പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും നേരെ DIC-യുടെ ലാവണത്തിലേക്ക് എത്തി. പക്ഷേ അധികകാലമൊന്നും DIC മുന്നോട്ട് പോയില്ല. അത് പാതി വഴിയിലെത്തി നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. കാര്യം കരുണാകരൻ എന്ന് പറയുന്ന കരുണാകരൻ പ്രായമായി അദ്ദേഹം ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് വന്നു. മുരളീധരനെ പിന്നെ DIC മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. DIC-യിൽ നിന്ന് പലരും കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ ചേക്കേറുക ഒക്കെ ചെയ്തതോടുകൂടി DIC-യുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. ആ സാഹചര്യത്തിൽ പി വി അൻവറും പതുക്കെ DIC-യിൽ നിന്ന് വിട്ട് പുറത്തേക്ക് വന്നു. അതിനുശേഷമാണ് ഏറനാട് ഏകദേശം 2011 കാലഘട്ടത്തിൽ ഏറനാട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ PK ബഷീർ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതിന് ശേഷം അഷറഫ് അലി എന്ന് പറയുന്ന CPI-യുടെ നേതാവ് അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മത്സരം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ നാട്ടുകാർ പെട്ടെന്നാണ് കുറേ ഫ്ലെക്സ് ബോർഡുകൾ ആ ഭാഗങ്ങളിൽ കണ്ടത്. ഏറനാടിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധിയായ ഫ്ലെക്സ് ബോർഡുകൾ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ ധാരാളമായി കണ്ടു. അതായത് പണം കാര്യമായി വാരി എറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പി വി അൻവർ കളം പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നതിൻ്റെ ദൃശ്യം തുടക്കമായിരുന്നു അത് നമുക്ക് കാണാം. പി വി അൻവർ അങ്ങനെ ശക്തമായ ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു മത്സരത്തെ നേരിട്ടു. നമുക്കറിയാവുന്ന പോലെ തന്നെ കാശ് ധാരാളമായി വാരി എറിഞ്ഞു, പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ ഫലമായിട്ട് പി വി അൻവർ അവിടെ നിന്ന് ഏകദേശം 2ാം സ്ഥാനം നേടിക്കൊണ്ട് 57,452 വോട്ടുകളുടെ നേട്ടം അവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വലിയ വിവാദം വന്നിരുന്നു. അഷറഫ് അലിയെ CPM-കാർ നേരിട്ട് തോൽപ്പിച്ചു എന്ന തരത്തിലുള്ള വിവാദം വന്നിരുന്നു. കാര്യം പാർട്ടി വോട്ടുകൾ കൂടിയാണ് പി വി അൻവറിലേക്ക് എത്തിച്ചേർന്നത് എന്ന് CPI വിശ്വസിച്ചു. അത് CPI-യും ഇപ്പോൾ പി വി അൻവർ പറയുന്നതിനെ ചുവട് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കെതിരെ പി വി അൻവർ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ADGP-ക്കെതിരെ അന്വേഷണം വേണമെന്ന് പറയുമ്പോഴും ഒരുപക്ഷെ CPI-ക്കാർക്ക് ഇപ്പോൾ ഉള്ളിലൊരു ചെറിയ സമാധാനമൊക്കെ തോന്നുന്നുണ്ടാവും. കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി വളർത്തി വലുതാക്കിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ CPM-ന്റെ വോട്ടുകൾ CPI-ക്ക് പണി കൊടുത്തുകൊണ്ട് മറിച്ചു കൊടുത്ത പി വി അൻവർ തന്നെയാണല്ലോ ഇത് എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ CPI-യുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അങ്ങനെ CPI-യുടെ തേച്ചു എന്നുള്ള ഒരു വാദം അവിടെ നിൽക്കുന്ന സമയത്താണ് പി വി അൻവർ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. തുടർന്ന് വീണ്ടും അദ്ദേഹം ലോക്സഭയിലേക്ക് ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്നു. പക്ഷേ അവിടെയും അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്ത ലക്ഷ്യം അടുത്ത 5 വർഷത്തിന് ശേഷം വീണ്ടും MLA ആകുക എന്നുള്ളതാണ്. അപ്പം നിലമ്പൂർ മണ്ഡലമാണ് കുറച്ചുകൂടെ സേഫ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്ക് CPM-വുമായിട്ട് ഒരു അനുനയത്തിലേക്ക് എത്തിച്ചേർന്നു. CPM-ന്റെ എന്ന് വെച്ചാൽ പണം ഇറങ്ങു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 2016-ൽ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കുത്തകയായിരുന്ന ആ മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ള ഉറപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവിടെ പി വി അൻവർ മത്സരിക്കുകയുണ്ടായി. അവിടെ ഈ 20 വർഷം
തുടർച്ചയായി ആ മണ്ഡലം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ പിഴച്ചു. അവിടെ പി വി അൻവർ ധൈര്യമായി മുന്നോട്ട് വരികയും പി വി അൻവർ അവിടെ നിന്ന് വിജയിച്ചു വരികയും ചെയ്തു. അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിനെ, അതായത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ പി വി അൻവർ നിലംപരിശാക്കിക്കൊണ്ടാണ് നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുത്ത് പൊതു രാഷ്ട്രീയ ധാരയിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായി ഇടതുപക്ഷ സ്വതന്ത്രനായി നിന്നുകൊണ്ട് ഒരു മണ്ഡലം അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലം തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ പി വി അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവണം, ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തിരുത്തൽവാദം വന്നു. തിരുത്തൽവാദം ശക്തിപ്പെട്ടോടെ കരുണാകരൻ പുറത്തായി പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. അതോടുകൂടി DIC കയറുന്നു. DIC നിന്നും സ്വതന്ത്ര പദവിയിലേക്ക്, ആ സ്വതന്ത്ര പദവിയിൽ നിന്നും വീണ്ടും CPM സ്വതന്ത്രം എന്നുള്ള നിലയിലേക്ക് പി വി അൻവർ എത്തിച്ചേർന്നു. ഇങ്ങനെയായിരുന്നു ഒരു രാഷ്ട്രീയമായി പി വി അൻവർ നടത്തിയ ഒരു യാത്ര എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വലിയ വിജയവും കൂടെ അദ്ദേഹം നേടിയെടുത്തു. വീണ്ടും അടുത്ത തവണ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലെല്ലാം വളരെ ശക്തമായ ഒരു പണത്തിൻ്റെ സ്വാധീനം പി വി അൻവർ പല സമയത്തും ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഏറനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം പി വി അൻവറിന് ലഭിച്ചത്. എന്നാൽ പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹത്തെ ആഫ്രിക്കയിൽ എന്തോ സ്വർണ്ണഖനിയും വജ്രഖനിയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്, നിരവധി പണം അദ്ദേഹത്തിന് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, കൊലപാതക കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് തുടങ്ങിയ വാദങ്ങളും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം 2016-20 എത്തിയ സമയത്താണ് ഇവിടെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി പിടിച്ച് എല്ലാവരെയും കൂടി വരിഞ്ഞു മുറുക്കിയത്. ആ സമയത്ത് പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ നാടിന് വേണ്ടി നിലനിന്നിരുന്നു, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി നിലനിന്നിരുന്നു, ഞാൻ എൻ്റെ നാടിനെ മാറ്റി, ഇടവണ്ണപ്പാറ എന്ന് പറയുന്ന എൻ്റെ നാടിനെ മാറ്റിയെടുത്തു, എൻ്റെ നാട്ടുകാർക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ഒരു MLA ഈ പറയുന്ന കോവിഡ് കാലഘട്ടത്തിൽ എവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാകെ ലോക്ക്ഡൗണിലേക്ക്, രാജ്യത്തെ മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് നയിക്കുന്ന കാലഘട്ടത്തിൽ പോലും പി വി അൻവർ ഈ നാട്ടിലില്ലായിരുന്നു. അതായത് അദ്ദേഹം ഉണ്ടായിരുന്നത് സിയറ ലിയോൺ എന്ന് പറയുന്ന ഒരു ദക്ഷിണ ആഫ്രിക്കൻ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. സിയറ ലിയോണിൽ നടക്കുന്ന സ്വർണ്ണ ഖനനത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എവിടെയാണ് നിലമ്പൂരിലെ MLA എന്നുള്ള ചോദ്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം ഏതോ കേസിലകപ്പെട്ടു എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹത്തിനെതിരായ പരാതികളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ ഒരു പ്രചാരണം നടത്തിയത്. അപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം ഒരു കൗബോയ് ക്യാപ്പൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജ്യത്തിലേക്ക് പണം എത്താനുള്ള മാർഗം നോക്കുകയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ മറുപടി പറയുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിനെ പിന്നീട് കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 16 ശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നിലമ്പൂരിൽ പി വി അൻവറിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും അദ്ദേഹം എത്തിയില്ല. വന്നപ്പോൾ ഇടതുപക്ഷത്തിന് ആശങ്കയായി, ഇനിയും അദ്ദേഹം വരുമോ, പി വി അൻവർ ഇവിടേക്ക് എത്തുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഇടതുപക്ഷത്തിന് പോലും ഉണ്ടായി. ആ സാഹചര്യത്തിൽ അദ്ദേഹം പിന്നീട് എത്തുന്നത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, 2020 ഇവിടെ കോവിഡ് ഉണ്ടാകുന്നു, 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം വീണ്ടും തിരിച്ച് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ കോവിഡ് സമയത്തോ കോവിഡിന് വേണ്ടിയിട്ട് ജനങ്ങളെ സേവിക്കാനോ ജനങ്ങൾക്കൊപ്പം നിൽക്കാനോ പി വി അൻവർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വിവാദമായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടി മാൽദീവ്സിലേക്ക് പോവുകയും ചെയ്തു. അവിടെയും എന്തൊക്കെയോ അദ്ദേഹം ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൂട്ടുകയും ചെയ്തു. അതിനുശേഷം വരുന്നു, വീണ്ടും MLA ആകുന്നു. MLA ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ഉയർത്തിയ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് മന്ത്രിസ്ഥാനം ആവശ്യമാണ്. അതേസമയം മന്ത്രിസ്ഥാനം കൊടുക്കാൻ പാർട്ടി ഇടതുപക്ഷം തയ്യാറായില്ല. അപ്പം മന്ത്രിസ്ഥാനം അതിനുവേണ്ടി കാശെറിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതെ പകരം വി അബ്ദുറഹിമാനെ മന്ത്രിയാക്കുകയും ചെയ്തു. അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നിരിക്കലും തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിസോർട്ടിനെ കുറിച്ച് ഉള്ള ഒരു വാദം വരുന്നത്. അപ്പോൾ ആ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള റിസോർട്ടാണ്. അവിടെ ചീങ്കണ്ണിപ്പാറയായിട്ട് ബന്ധിപ്പിച്ച് അദ്ദേഹം റോപ്പ് വേകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 3 തടയണകൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. അപ്പം ഒരു റിസോർട്ട് എന്ന നിലയിലായിരുന്നില്ല അതിൻ്റെ ലൈസൻസ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഒരു റെസ്റ്റോറൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആയിരുന്നു അന്ന് പി വി അൻവറിന് കിട്ടിയിരുന്നത്. പിന്നീട് അദ്ദേഹം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയോളം ഉയരത്തിൽ വരുന്ന പ്രദേശത്ത് അദ്ദേഹം ഒരു റിസോർട്ട് പണിതുയർത്തുകയായിരുന്നു. പണിതുയർത്തിയതിന് ശേഷം ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഇദ്ദേഹം 3 തടയണകൾ നിർമ്മിച്ചത്.
എന്നാൽ ഈ തടയണകൾ നിർമ്മിച്ചത് പ്രകൃതിക്ക് ദോഷകരമായി തീരുമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ മതിയായ പഠനമില്ലാതെയും അനുമതിയില്ലാതെയുമാണ് ഈ തടയണ നിർമ്മിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് പരാതികൾ ഉയർന്നു. അന്ന് മുരുകേഷ് നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഈ പരാതി കണ്ടതായി പോലും ഭാവിച്ചില്ല. അക്കാര്യം അദ്ദേഹത്തിന് അത്രയേറെ പിടിപാട് നിലമ്പൂർ MLA ആയിരിക്കുന്ന PV അൻവറിന് അത്രത്തോളം ഒരു പിടിപാട് അവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇദ്ദേഹം ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച അല്ലെങ്കിൽ നടപടി എടുക്കായിരുന്നത്. എന്നിരുന്നിട്ട് പോലും വീണ്ടും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അന്ന് ഉണ്ടായിരുന്ന ചന്ദ്രശേഖരന് കൊണ്ടുവന്ന് റവന്യൂ മിനിസ്റ്റർക്ക് കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പരാതിയെല്ലാം കൊടുത്തു. വീണ്ടും ഇത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അന്വേഷണത്തിലേക്ക് എത്തി. അവിടുത്തെ വില്ലേജ് ഓഫീസർ അവസാനം പറഞ്ഞു ഇത് അനുമതിയില്ല നിർമ്മിച്ചതാണ് എന്നുള്ള ഒരു അന്തിമ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. വീണ്ടും അടുത്ത ഒരു കേരള നദീ സംരക്ഷണ സമിതിയുടെ നേതാവായിരുന്ന TV രാജൻ ആയിട്ട് ഈ പറയുന്ന നേരെ കൊണ്ടുവന്നൊരു പരാതി ഹൈക്കോടതി കൊടുക്കുന്നു. അപ്പോൾ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തടയണകൾ പൊളിച്ചു നീക്കിയത്. അന്ന് റോബേ പൊളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എൻ്റെ ഒരു രോമം പോകുന്ന പോലെയുള്ള ഒരു റോബേ പോയാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ പണമെല്ലാം ഇറക്കി തൻ്റെ ബിസിനസ് വളർത്തുന്നതിനും വജ്രഖനികളും ഈ സ്വർണ്ണഖനികളുമൊക്കെ വളർത്തുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിൽ നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ തുക നമുക്കൊന്ന് കണക്ക് 2016 14.38 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 19 ഏകദേശം 3 വർഷം കൊണ്ട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം കൊടുത്തിരുന്നു ഒരു സത്യവാങ്മൂലം കൊടുത്തപ്പോൾ അതിൽ 49.95 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്നുള്ള നിലയിലാണ് PV അൻവറിൻ്റെ പുതിയ സത്യവാങ്മൂലം. അപ്പോൾ അതായത് 3 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടായ വളർച്ച അതിഭീകരമാം വിധം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അപ്പം ഇതൊക്കെ പുറത്തേക്ക് ഇപ്പോൾ പലരും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുമാത്രമല്ല, അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നൊക്കെ MLA സ്ഥാനം രാജിവെക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 ലക്ഷത്തിലധികം വോട്ട് 2 ലക്ഷത്തോളം വരുന്ന വോട്ടിനാണ് ഈ PV അൻവർ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ, രാജിവെക്കുന്നില്ലല്ലോ. അപ്പം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കുത്തൊഴുക്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടതാണ് എന്നുള്ള ന്യായവാദം ഉയർത്തിക്കൊണ്ട് ആ പ്രതിജ്ഞയിൽ നിന്നൊക്കെ അദ്ദേഹം പിന്മാറി എന്നൊക്കെയാണ് പലരും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം PV അൻവറിൻ്റെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും പണമൊക്കെ മുടക്കി പണമെല്ലാം എറിഞ്ഞുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആളാവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ഇദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിയോട് ഒരു അനഭിമതനായി നിലനിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് അവിടെ ഈ ഗാന്ധി കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഈ PV അൻവർ MLA. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഗാന്ധി കുടുംബം വലിയ സംഭവമാണെന്നും രാഹുൽ ഗാന്ധി വലിയ സംഭവമാണോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം ഏകദേശം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ മലപ്പുറം ചുങ്കത്തറയിലുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ, ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്, പ്രോട്ടോകോൾ എന്ന് നമുക്ക് വേണേൽ പറയാം, അധ്യക്ഷത വഹിച്ചത് നിലമ്പൂർ MLA തന്നെയാണ്. അവിടെ വിശിഷ്ടാതിഥിയായി ഉദ്ഘാടകനായി എത്തിയത് VD സതീശൻ കൂടിയാണ്. അപ്പോൾ VD സതീശനോട് എന്തോ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം PV അൻവർ പറഞ്ഞ ആ ഒരു ആവശ്യം ഞാൻ നടപ്പിലാക്കി കൊടുക്കും എന്നുള്ള രീതിയിൽ VD സതീശൻ പറഞ്ഞു. അവിടേക്ക് 2-3 യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കും ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എന്നൊക്കെയുള്ള കാര്യം VD സതീശന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു സൗഹൃദത്തിൻ്റെ പാതയിലേക്ക് UDF-ലേക്കുള്ള ഒരു വഴിവെട്ടി തുറക്കലാണ് ഇത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും നമുക്ക് ആരെയും തെറ്റു പറയാൻ കഴിയില്ല. കാര്യം പോലീസിനെ കുറ്റം പറയുന്നു, പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് CPM-നെ കടന്നാക്രമിക്കുന്നു, CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് നേരെ പോകുന്നത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നു. അപ്പം ഇതിനകത്തെല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളതിൽ പോലീസിനെ കുറ്റം പറഞ്ഞു. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണക്കാക്കുമ്പോൾ പോലീസിനെ കുറ്റം പറയുന്നു, പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കുറ്റം പറയുന്നു, അതിനകത്ത് വാസ്തവമുണ്ട് എന്നിരിക്കിൽ പോലും അപ്പം അവിടെ കുറ്റം പറയുന്നു. അതിനുശേഷം പാർട്ടിയെ കുറ്റം പറയുന്നു. പാർട്ടിയിലെ MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ തെറ്റുകാരാണെന്നും അവരെല്ലാവരും കൂടി ഈ രീതിയിലാണ് പെരുമാറുന്നതെന്നും പറയുന്നു. പിന്നീട് അത് മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു എന്നും മുഖ്യമന്ത്രി ശോഭ കെടുന്ന സൂര്യനാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ പറയുന്നു.
മുഖ്യമന്ത്രിക്കെതിരെ എണ്ണി ഓരോ കാര്യങ്ങളും പറഞ്ഞു. വഞ്ചകനാണ് എന്ന് പറയുന്നു. പിന്നെ പി ശശി എന്ന് പറയുന്ന ആൾ കാട്ടുകള്ളനാണെന്ന് പറയുന്നു. അപ്പം ഈ നിലയിൽ പാർട്ടിയിലേക്ക് കൂടി കടന്നാക്രമണം നടക്കുന്ന തരത്തിൽ പാർട്ടിയുടെ എല്ലാ നിയതമായ എല്ലാ കാര്യങ്ങളെയും അതിലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകാൻ കഴിയുന്നത് PV അൻവറിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടപ്പുണ്ട്. അത് എന്താണ് എന്ന് രാഷ്ട്രീയ കേരളം ഇനിയും ചർച്ച ചെയ്യേണ്ടതാണ്. ഇനിയും വരും കാലങ്ങളിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.